ബാബു. എന്താ സാർ? കഥ പറയാൻ വന്നവർ വേറെ ചെത്തുകാരനെ അന്വേഷിച്ചു പോയി. ഒറ്റക്കൊമ്പൻ പടത്തിന്റെ സോങ് നാളെ തുടങ്ങിയില്ല എങ്കിൽ പ്രൊഡ്യൂസർ വിഷം കുടിച്ചു മരിക്കുമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഡെൻമാർക്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഏറ്റിട്ട് ഇപ്പൊ അവൻ പറയാ ഇവിടെ തന്നെ മതിയെന്ന്. പന്നൻ. വെക്കടാവിടെ ഹിറ്റാണെന്ന് നീ എന്തിനു നുണ പറഞ്ഞു? സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു സാർ. മാത്രമല്ല സാറിന്റെ വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാനും കഴിയുന്നില്ല സാറ്. സത്യമാണ്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നൊരു തമാശ ഉണ്ടായി ബാബു. ഞാൻ പുറത്തു പോയി വരുമ്പോ ഗേറ്റിൽ 3-4 തമിഴര് നിൽക്കുക. ഡോക്ടർ സരോജ് എന്നുള്ള നെയിം ബോർഡ് കണ്ടിട്ട് സന്ധിവാദത്തിന് ചികിത്സ തേടി വന്നതാ. ഞാൻ അവരോട് പറഞ്ഞു ഇത് വേറെ ഡോക്ടറാ, പ്രീ ഡിഗ്രി തോറ്റ ഡോക്ടർ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എൻ്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. സാർ, അപ്പൊ നാളത്തെ ഒറ്റക്കൊമ്പന്റെ ഡാൻസിന്റെ കാര്യം? ഈ നടുവൊടിഞ്ഞ് ഞാൻ എങ്ങനെയാടോ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത്? സാർ, ഒപ്പമുള്ള നായികമാരും നടുവൊടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഹലോ, ആരാണ്? ആര്? പച്ചാളം ബാസിയോ? എന്ത് വേണം? ഇല്ല, ഇപ്പോൾ കാണാൻ സൗകര്യപ്പെട്ടില്ല. എനിക്ക് ഫോർട്ട് വെച്ച് വരെ എത്തണം. ഷൂട്ട് അവിടെയാ. ഇപ്പൊ തന്നെ വൈകി, നടക്കില്ല. ഓഹ്, ഒരു കാര്യം ചെയ്യും, ലോബിയിൽ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇറങ്ങുമ്പോൾ കാണാൻ ശ്രമിക്കാം. ഇപ്പൊ തുരപ്പന്മാരുടെ സീസണാണോ? ആ പച്ചാളം ബാസി ഇറങ്ങിയിരിക്കുന്നു എന്നെ കാണാൻ. അയാളിപ്പോ വലിയ പ്രൊഡ്യൂസർ അല്ലയോ? അസറ്റ്സ് കണ്ടമാനം ഉണ്ടാക്കിയെന്നാ കേൾക്കുന്നേ. അതെ അതെ, സ്വന്തം പണം മുടക്കി നിർമ്മാണത്തിന് ഇറങ്ങുന്നവർക്കല്ലേ നഷ്ടം വരൂ. ക്ഷമിക്കണം റഫീഖ് സാറേ, 1 മിനിറ്റ് ഒന്ന് കാണുക, അഭിനന്ദനം അറിയിക്കുക, ഉടനെ മടങ്ങുക, അത്രയേ ഉള്ളൂ. ഹാർദമായ അഭിനന്ദനങ്ങൾ. റഫീഖ് സാറിന് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വടക്കേന്ത്യൻ പര്യടനത്തിലായിരുന്നു. ഇയാള് ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്? ഇപ്പൊ പോയേക്കാം, ഉടനെ പോയേക്കാം. അല്ല, വടക്കേന്ത്യയിലെ പണിയൊക്കെ കഴിഞ്ഞു. രാജപ്പന് ഉടനെ കേണൽ പദവി കിട്ടുമോ? രാജപ്പനോ? ഓ, സരോജ് കുമാർ, നിങ്ങൾ പണ്ടത്തെ കൂട്ടുകാരാണല്ലോ. കേണൽ പദവി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം രാജപ്പനെ കേണലാക്കാൻ വേണ്ടി പച്ചാളം ബാസി ഉത്തരേന്ത്യ മുഴുവൻ കറങ്ങണമെന്ന്. എന്നിട്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാർ വല്ലവരും വീണോ? ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കിലുടങ്ങി വിഴുങ്ങുക. ലുധിയാനയിൽ ബ്രിഗേഡിയർ നിജലിംഗപ്പയെ ഏത് ദിവസം ഏത് സമയത്ത് കണ്ടെന്ന് ഞാൻ പറയട്ടെ. നിജലിംഗപ്പയെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് നേരെ. പഠിക്കണേ, ഈ നിജലിംഗപ്പയും പച്ചാള സാറും അളിയന്മാരാ. അതുകൊണ്ടാ ലുധിയാന വരെ പോയി അയാളെ കല്യാണം വിളിച്ചത്. പച്ചാളം എന്തോ ദേശീയ അവാർഡ് കിട്ടിയെന്ന് എന്നെ അഭിനന്ദിക്കാൻ വന്നതല്ലെന്നറിയാം. എന്താ ശരിക്കുള്ള കാര്യം? പെട്ടെന്ന് പറ. സത്യം പറയാമല്ലോ, റഫീഖ് സാർ ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? അടുത്ത മാസം ഞാനൊരു പുതിയ പടം തുടങ്ങുകയാണ് ചെന്നൈയിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനൊരു അലക്സാണ് തിരക്കഥയും സംവിധാനം. ഉഗ്രനൊരു ക്യാരക്ടർ. 12 ദിവസം മതി, വന്നൊന്ന് അഭിനയിച്ചു തരണം. സൗകര്യപ്പെടില്ല. പതിവ് പോലെ സാറിന്റെ നായകൻ രായപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. അയ്യോ റഫീഖ് സാറേ, സരോജ് സാർ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. അതേ, പഴയ ആളല്ല. സ്റ്റണ്ട് ചെയ്ത് നടു ഒടിഞ്ഞിരിക്കല്ലേ, പടങ്ങളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. റഫീഖ് സാറേ, റഫീഖ് സാറേ, റഫീഖ് സാറേ, രാജപ്പന്റെ കഥാപാത്രത്തെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്താനും ആള് ഭയങ്കരനാണെന്ന് പറയാനും കുറച്ച് 7 കൂലികൾ ചുറ്റും വേണം. അതിലൊന്നും ഞാൻ. മറ്റേതാരൊക്കെയാ? അയ്യോ സാറേ, ഇത് കഥ വേറെയാ. എന്നെ കിട്ടില്ല. പറയുന്ന കാശ് തരാം. എന്നെ ഒഴിവാക്കിയാൽ പറയുന്ന കാശ് ഞാൻ അങ്ങോട്ട് തരാം. അവനെ കാണുമ്പോ തന്നെ എനിക്ക് കലി കയറും. പിന്നെ ഒന്നിച്ചുള്ള അഭിനയം. ആളെ വിട് സാറേ. റഫീഖ് സാറേ, റഫീഖ് സാറേ, ഡെയിലി 1 ലക്ഷം വെച്ച് തരാം. 1 5, 1 10. എന്താ ലേലം വിളിയ? റഫീഖ് സാറേ, റഫീഖ് സാറേ. റഫീഖേ, പച്ചാളത്തിന്റെ പടത്തിൽ റഫീഖ് അഭിനയിക്കണം. അയ്യേ, ഞാനൊന്നുമില്ല. ഒരു ചീഞ്ഞ സെറ്റപ്പ് അത്. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ടോക്ക് അലക്സാമൽ മിടുക്കൻ ഡയറക്ടറാണ്. പിന്നെ സരോജ് കുമാർ ജാട കാണിച്ച തിരിച്ച് നല്ല പണി തനിക്കും കൊടുക്കാലോ. ഈ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത്. അതും
ഒരു കണക്കിന് ശരിയാ. പിന്നല്ലാതെ. വെൽക്കം സർ. വെൽക്കം സർ. സാർ 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങും. ഒരു 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. നടക്കില്ല. എല്ലാ പരിപാടിക്കും ഞാൻ ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ എന്ന് അറിയില്ലേ? സമയം ഞാൻ അറിയിക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ബാബു ഇവിടെ മേക്കപ്പിനാരാ? ബാബുവിനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് അയച്ചു. എന്തിന്? 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആള് വേണ്ടേ? വട്ടവിളയും താനൂർ അബ്ദുള്ളയും സ്റ്റേജിൽ കയറുമ്പോ നിർത്താതെ കൂവാനും. അത് വേണം. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതോ ഒരു പുതിയ കിഴങ്ങൻ ചെക്കന്റെ ഒരുപാട് ഫ്ലക്സുകൾ കണ്ടല്ലോ. എന്താ പടത്തിന്റെ പേര്? മേശ ആൻഡ് കസേര. അയ്യോ, മേശ ആൻഡ് കസേരയല്ല, ദോശ ആൻഡ് ചട്നി. അപ്പടെ സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പൊ അതിലെ നായകന്റെ ഫ്ലക്സ് വെക്കാതിരിക്കോ? സംവിധായകന്റെ മിടുക്കാണ് പടത്തിന്റെ വിജയത്തിന് കാരണം എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതും ശരിയാ. എങ്കിൽ ഡയറക്ടറുടെ ഫ്ലക്സ് വെച്ചാ പോരെ? സരോജ് അഭിനയിക്കുന്ന ഏതെങ്കിലും പടം ഡയറക്ടറുടെ മിടുക്കൊണ്ട് ഓടിയാൽ സരോജിന്റെ ഫ്ലെക്സ് വെക്കണോ ഡയറക്ടറുടെ ഫ്ലെക്സ് വെക്കണോ? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. ഈ പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂല് കൊണ്ടടിക്കാൻ. ഫാൻസുകാരോട് പറ ആ ഫ്ലക്സിലെല്ലാം ചാണക വെള്ളം ഒഴിക്കാൻ. അതിന് ഇതിനും മാത്രം ചാണകം ഇടുന്ന? അതെന്താ, കേരളത്തിലെ പശുക്കളൊന്നും ഇപ്പൊ ചാണകം ഇടുന്നില്ലേ? എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഇല്ല. അല്ല, കേണൽ കാര്യം 80% ഓക്കെ ആയി എന്ന് ഫോണിൽ പറഞ്ഞല്ലോ. ബാക്കി 20% എന്ത് പറ്റി? സരോജ് അഭിനയിച്ച പട്ടാളപ്പടങ്ങൾ കണ്ടതാ ആർമിയിൽ ചിലർക്ക് പ്രശ്നമായത്. മേജർ അൽഹുൽവാലിയ പറഞ്ഞത് പട്ടാള വേഷത്തിലുള്ള സരോജിന്റെ നിൽപ്പ് കണ്ടാൽ പെരുമ്പാമ്പ് ആടിനെ വിഴുങ്ങിയ പോലുണ്ടെന്ന്. കാല് കോല് പോലെ, ഊത്ത വയറ്, പിന്നെ ഒരുപാട് തെറിയവന്മാര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹിന്ദി എനിക്ക് തർജ്ജമ ചെയ്ത് തന്ന ഹവീൽദാർ കുമാരൻ എല്ലാത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അത് നന്നായി. ഈ മഴയ്ക്ക് മുമ്പ് എനിക്ക് കേണലാവാൻ പറ്റില്ലേ? ഈ മഴയുടെ കാര്യം അതാ എനിക്ക് മനസ്സിലാത്തത്. മഴയത്ത് കിട്ടാൻ ആ വെള്ളത്തിൽ ഒലിച്ചു പോവോ ഈ പദവി? തലവരെ അനുസരിച്ച് ഒരാൾക്ക് കേണലുമാവാം, പിച്ചക്കാരനും ആവാം. അടുത്തതായി യുറേക്കോ ചാനലിന്റെ സംഗീത പരിപാടിയിലൂടെ നിങ്ങളെ എല്ലാം ത്രസിപ്പിച്ച ഗായകൻ വിശാൽ രാഘവൻ. എന്തായി മക്കളെ, നിങ്ങളുടെ തുള്ളിച്ചാട്ടം ഏറ്റോ? ഇവരുടെ വേഷം പോരാ, നല്ല ഇറുകി ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സാണെങ്കിൽ ഞരമ്പ് രോഗികൾ കൈയടിക്കും. അല്ല, വട്ടവിള സരോജ് കുമാറിന്റെ വെക്കടപെടി കണ്ടോ? അയ്യോ എന്റെ അബ്ദുക്ക, എന്തൊരു ബണ്ടം പടമായിരുന്നു. അവന് നാണമില്ലേ? വട്ടവിള എന്റെ വെള്ളിടി കണ്ടോ? കണ്ടോന്നോ? അബ്ദുക്ക കലക്കി. ചക്കരക്കുടത്തി വട്ടവിളയും കലക്കി. നമ്മൾ രണ്ടുപേരുടെ മുമ്പിൽ ഈ സരോജ് കുമാർ വെറും വട്ടപൂജയാ. സംശയമില്ല, വെറും പോറൻ. ആ വട്ടവിള ജയകുമാറും താനൂർ അബ്ദുള്ളയും എന്തായിരിക്കും സംസാരിക്കുന്നത്? അടുത്തടുത്ത് തമ്മി കാണുമ്പോ പരസ്പരം പുകഴ്ത്തും. മാറിയാൽ പരസ്പരം കുറ്റം പറയും. വെരി കറക്റ്റ്. പക്ഷേ ആ നിപ്പ് കണ്ടാൽ അറിയാം, ഇപ്പോ അവരിവിടെ ഇല്ലാത്തൊരുത്തിന് ദുഷിക്കുന്ന മൂടില്ല. ചിലപ്പോൾ സരോജ് കുമാർ ആയിരിക്കും സബ്ജക്റ്റ്. സാധ്യതയുണ്ട്. ഗുഡ് ഈവനിങ് സാർ. സാർ ബാഡ്ജ് മാറ്റങ്ങട്ട്. ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയോ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി സാർ. താങ്ക് യു. ബാബു, ഞാൻ ഗ്രീൻ റൂമിൽ എത്തുമ്പോ എന്നെ കണ്ട് ബഹുമാനം കാണിച്ച് എഴുന്നേക്കാത്തവരുടെ പേര് നോട്ട് ചെയ്തോളും കേട്ടോ. ഞാൻ ഏറ്റു സാർ. ഈശ്വര, ഇന്ന് ഏതവന്റെയൊക്കെയാ ചീട്ട് കീറാൻ പോകുന്ന ആർക്കറിയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. ആകെ 3-4 പേരെ എണീറ്റുള്ളൂ. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. താനൂരെ, താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. സരോജിന്റെ വെക്കടാപേടി കണ്ടപ്പോ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. സാർ, എങ്കിൽ മേക്കപ്പ് ചെയ്യാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കോടമ്പക്കത്ത് ഒരുമിച്ചുണ്ടായിരുന്ന റഫീഖാണ് ഞാൻ. എടോ രാജപ്പൻ തെങ്ങിമൂടെ, ഇവിടെ 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 ഇവിടെ. ഇതാര് റഫീഖോ? എത്ര നാളായി കണ്ടിട്ട്? സിനിമയിൽ തന്നെയാണോ ഇപ്പോഴും? അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. പഴയ സൗഹൃദോർത്തൊന്നും മിണ്ടിക്കളയാമെന്ന് വന്നപ്പോ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞതുപോലെ ഈയിടെ ഏതോ ഒരു ചെറിയ പടത്തിലെ അഭിനയത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയല്ലേ? ചെറുതോ വലുതോ
ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെ ഒപ്പിച്ചെടുത്തു ഈ നാഷണൽ അവാർഡ്? എടോ രാജപ്പ, താൻ പത്മശ്രീയും ഡോക്ടറേറ്റൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ? അതുപോലെയല്ല, ഞാൻ അഭിനയിച്ചിട്ടാ. ഹിന്ദി പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഹിന്ദി പഠിക്കുന്നു കേട്ടു. ഉദയഭാനു ഇപ്പോൾ ഹിന്ദി പടം ചെയ്യുകയാണല്ലോ. ചാൻസിന് വേണ്ടി സ്ഥിരമായി വിളിക്കാറുണ്ടല്ലേ. പിന്നെ പച്ചാളം ബാസി, ലുധിയാന, നിജലിംഗപ്പ, കേണൽ. ഞാനേറ്റു. റഫീഖ് സാറേ, എനിക്ക് സാറിനോടൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് വരൂ. താൻ എന്നോട് എന്ത് രഹസ്യം പറയാനാ? ഒരു മിനിറ്റ് സാറേ, ഒരേ ഒരു മിനിറ്റ്. സരോജ് കുമാർ സാറിന്റെ 10,000-ഓളം ഫാൻസുകാർ സ്റ്റേഡിയത്തിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോ റഫീഖ് സാറിന് അറിഞ്ഞുകൂടാത്ത ഒരു സത്യം ഞാൻ പറയാം. ഈ ഫാൻസ് എന്ന് പറയുന്നത് വെറും ഫാൻസ് അല്ല, കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. ഇനിയും സരോജ് സാറിനോട് മറ്റിടത്ത വർത്താനം പറഞ്ഞാൽ താൻ അറിയും. ഒരു മെഗാ സ്റ്റാറിനോട് ഒരു പീറ നടൻ ഇങ്ങനെയാണോടോ സംസാരിക്കുന്നത്? ഞാനൊരു സിഗ്നൽ കാണിച്ചാൽ കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. താന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. എല്ലൂരി കോൽക്കളി കളിക്കും. പാറട്ടെ. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ? അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് മാപ്പ് തരണം. എന്ത് പ്രായച്ചിത്തം വേണം ചെയ്യാം. പലതും ചെയ്യേണ്ടി വരും. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രായച്ചിത്തം ചെയ്യാം. ആളുകൾ കാണണ്ട. ഓക്കെ, എന്നാ വാ വാ, വഴിക്ക് വാ. എന്തിനാ നമ്മിപ്പിങ്ങ് വന്നത്? പ്രായച്ചിത്തം. ഓ, വിളിക്കണ ചേട്ടന്റെ കോട്ടയം സംഘത്തിലെ വിളികള. പഞ്ചായത്തിന് കൊടുക്കേണ്ട ടാക്സ് വെട്ടിക്കാൻ തിയേറ്ററുകാരുടെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് DCR ഉണ്ടാക്കുമല്ലോ. അതേ DCR എന്നെ പ്രൊഡ്യൂസർക്ക് അയച്ചു കൊടുത്താൽ മതി. ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. ഒരു സത്യസന്ധൻ ഇറങ്ങിയിരിക്കുന്നു. എടോ, തനിക്കറിയാമോ, സെൻട്രൽ ജയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ്. നമ്മൾ മാത്രമായിട്ട് അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിളിക്കാം. ബാബുവിന്റെ മർമ്മസ്ഥാനത്താരോ ആക്രമിച്ചു. ബോധം പോയി. ജീവൻ അപകടത്തിലാ. അത് സാരമല്ല, വേറെ മേക്കപ്പാന വയ്ക്കാം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. ഏത്? ഈ നേരം വരെ എല്ലാരും സരോജിനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു അഭിനന്ദിക്കാൻ. എന്തിന്? ഒന്ന് നീറ്റിന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കേണലിനെ ശരിക്കൊന്ന് കാണട്ടെ. അതെ സരോജ്, സരോജ് ഇപ്പൊ കേണലാ, കേണൽ. സരോജ്, ബ്രിഗേഡിയർ നിജലിംഗപ്പ ഇപ്പൊ 2 തവണ വിളിച്ചിരുന്നു സരോജനെ വിവരം നേരിട്ട് അറിയിക്കാം. പക്ഷെ സരോജന് ഹിന്ദി ഇംഗ്ലീഷും അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം. പച്ചാളം, ഒന്ന് വിളിക്കൂ, ഉടനെ വിളിക്കൂ. ഹലോ സാർ, സരോജ് കുമാർ കൊടുക്കാം. നിജലിംഗം സാർ, നിജലിംഗം സാർ, ഐ കേണൽ, ന്യൂ കേണൽ, കേരള കേണൽ ഓഫ് സരോജ് കുമാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കട്ട് ചെയ്ത് വീണ്ടും വിളിക്കണോ? വേണ്ട. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ. എല്ലാവരും അസൂയപ്പെടട്ടെ. TV ഓൺ ചെയ്യൂ പച്ചാളം. ഇത് 2ാം തവണയാണ് മലയാള സിനിമയിലേക്ക് ഈ കേണൽ പദവി കടന്നുവരുന്നത്. ആദ്യം വട്ടവിള ജയകുമാറിന്, ഇപ്പോഴിതാ സരോജ് കുമാറിനും. ഈ വാർത്തയോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ഈ പദവി ഒരു ബഹുമാന ചിഹ്നം മാത്രമാണെങ്കിൽ കൂടിയും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പലരുടെയും സംശയം. ചില പ്രതികരണങ്ങളിലേക്ക്. മിലിറ്ററിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് സരോജ് കുമാറിന് കേണൽ പദവി നൽകുന്നതെന്നാണ് പറയുന്നത്. ഈ കിഴവനെ പിടിച്ച് കേണലാക്കിയ ഏത് ചെറുപ്പക്കാരനെ ആകർഷിക്കാൻ പോകുന്നത്? ഇയാള് 2-3 പടത്തിൽ പട്ടാളക്കാരനായി അഭിനയിച്ചതുകൊണ്ടാണ് അത്ര ഈ പദവി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ ബലാത്സംഗം ചെയ്ത നടന്മാർക്ക് നാട്ടിൽ ആരെയും കയറി ബലാത്സംഗം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാമല്ലോ. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. ഹലോ. അയ്യോ, കേണൽ സരോജ് കുമാർ ആർമി ഉദ്യോഗസ്ഥന്മാരോട്ട് ചർച്ചയിലാണല്ലോ. പാകിസ്ഥാനുമായി ഇപ്പൊ യുദ്ധം തുടങ്ങണോ വേണ്ടയോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കാനുള്ളതാ. ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ പത്രക്കാർക്കും ചാനലുകാർക്കും വേണ്ടി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നോളൂ. ഓക്കെ? അയ്യോ, ഞാൻ വരില്ല കേട്ടോ, ബിസിയാണ്. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ.
എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. ഒരൊച്ചയും ബഹളവും ഇല്ലാതെ എങ്ങനെ ഹോളിൽ കയറി ചെല്ലും? ഓക്കെ, വേദന കുറവുണ്ടെങ്കിൽ ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നാൽ നന്നായിരുന്നു. ഞാൻ വരാം സാർ. ഓക്കെ. ദൈവമേ, സ്റ്റെപ്പാ. അല്ല അല്ല മൈക്ക് ഓക്കെ സാർ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. 3.5 കോടി ജനങ്ങളിൽ എത്ര പേർ കേണലാവുന്നുണ്ട്? എന്റെ ഈ നേട്ടത്തിൽ ഓരോ മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വയറി നിറയെ കഴിക്കൂ, എന്നിട്ട് എന്നെ പറ്റി എഴുതൂ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചുയരുകയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഒരാൾ കേണലാകുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. പദവികൾ പലതും നിങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ട്. പത്മശ്രീ, ഡോക്ടർ, അങ്ങനെ പലതും. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. സിനിമയിലൂടെ ആണല്ലോ പദവികൾ അടിച്ചെടുത്തത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈയിടെ വെക്കട വെടി എന്നൊരു കോടാലിപ്പടം ഇറങ്ങിയല്ലോ. അതുപോലുള്ള ചവറ് സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ പദവികളെല്ലാം മടക്കി നൽകുക വേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ ചിക്കൻ ബിരിയാണി. വയസ്സനായ താങ്കൾക്ക് 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോ നാണം തോന്നാറില്ലേ? ഞാൻ വയസ്സനാണെന്ന് പറയാൻ നീയാണോ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തന്നത്? 10 രൂപയൊരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച എന്റെ പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയെന്ന്. അയ്യോ കഷ്ടം. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളുടെ സിനിമകളെയും വേഷങ്ങളെയും ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്തു തോന്നി? ഞാൻ ചിരിച്ചുപോയി. അങ്ങേർക്ക് മതിഭ്രമമല്ലേ, മതിഭ്രമം. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിലാണല്ലോ ഈ ബ്ലാക്ക് ഹ്യൂമർ ആദ്യമായി പൊട്ടി പുറപ്പെട്ടത്. അവിടെ മുഴുവൻ കറുത്ത വർഗക്കാരാണല്ലോ. അതുകൊണ്ടാ ബ്ലാക്ക് ഹ്യൂമർ എന്നുള്ള പേര് വന്നത്. രജനീകാന്തിന്റെ പടങ്ങളിലുള്ള ഷോട്ടുകൾ വരെ അതേപടി നിങ്ങളുടെ പടങ്ങളിലും കാണാം. മറ്റൊരു രജനീകാന്ത് ആവാനുള്ള ശ്രമമാണോ? എനിക്ക് ഞാനായാ മതി. എന്റെ പടങ്ങളുടെ DVD മുഴുവൻ 10-50 തവണ രജനീകാന്ത് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങേര് എന്നെയാണ് അനുകരിക്കുന്നത്. മലയാള സിനിമയുടെ നിലവാരം ഇത്രയേറെ അധപ്പതിക്കാൻ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ താരാധിപത്യ പ്രവണതയാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏറാൻ മൂളികളെ പിടിച്ച് നിങ്ങൾ സംവിധായകരാക്കും. എന്നിട്ട് പഴഞ്ചൻ ഫോർമുലകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സൽഗുണസമ്പന്നനായ 50 പേരെ ഇടിച്ചു തോൽപ്പിക്കുന്ന, പാട്ടും കൂത്തും ഇടിയും തൊഴിയുമായി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള പീറ നായകന്മാർ മലയാള സിനിമയെ തോലച്ചു. നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ. തന്റെ മറ്റവനെ കിഴങ്ങൻ. എന്നെ തുടരുത്. ഞാൻ പത്മശ്രീയാണ്, ഞാൻ ഡോക്ടറാണ്. എടപ്പള്ളി ബംഗ്ലാവിലേക്ക് വിട്ടോ. അയ്യോ, നിർത്ത്, സാറ് കയറില്ല. ചവിട്ടിപ്പോ.